ഏതാണ്ട് 48 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരു കൂട്ടായ പ്രവർത്തനം തന്നെയായിരുന്നു. അപ്പോഴും മാലിന്യ വിഷയം സജീവമായി ഉയർന്നു വരുന്നുണ്ട്. എന്താണ് ചെയ്യാൻ കഴിയുക? നമ്മളിപ്പോ അത് പറയാലോ, നമുക്കിപ്പോ നമ്മൾ ആ ബോഡി കിട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരണം. അതെല്ലാം പരിശോധിച്ച് അവരുടെ കുടുംബം വന്നുകൊണ്ടിരിക്കുകയാണ്. നഗരസഭയുടെ ജീവനക്കാരാണ്. ഇന്ന് രാവിലെ നമ്മൾ പരിശോധിക്കാൻ നേരത്തെ നിർദ്ദേശം കൊടുത്തിരുന്നു. നമുക്കറിയാം, ഇന്നലെ രാത്രി മുതലുള്ള മഴ, ആ മഴയിൽ ഒഴുകി വരാനുള്ള സാധ്യതകൾ നമ്മൾ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രദേശത്ത് ആ പവർ ഹൗസ് റോഡിന്റെ അവിടെ വരുന്ന ഓപ്പണിംഗിന്റെ അവിടെ ഒരു ഒബ്സർവേഷൻ ടീമിനെ ഇന്നലെ പോസ്റ്റ് ചെയ്യുന്ന കാര്യം രാത്രി പറഞ്ഞു. അതിനെ തുടർന്ന് തന്നെ തുടർച്ചയായി വരുന്ന നഗരസഭാ വാർഡിലൂടെ കടന്നുപോകുന്ന ഈ തോടിന്റെ ഭാഗത്ത് ബന്ധപ്പെട്ട എച്ച്ഐമാർക്ക് എല്ലാവർക്കും നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു. നമ്മുടെ ജീവനക്കാർ, കാരണം സ്വാഭാവികമായിട്ടും ആ പ്രദേശങ്ങളിൽ ഇടപെടുന്നത് നമ്മുടെ സ്റ്റാഫാണ്. നമ്മുടെ ശുചീകരണ ജീവനക്കാർക്കുൾപ്പെടെ എച്ച്ഐമാരുൾപ്പെടെയുള്ളവർക്കെല്ലാം നമ്മൾ ഡയറക്ഷൻ കൊടുത്തിരുന്നു പരിശോധിക്കാൻ. അങ്ങനെ നഗരസഭയുടെ 2 കണ്ടിജന്റ് സ്റ്റാഫാണ് അവരുടെ പരിശോധനയിലാണ് ഇത് കണ്ടെത്തുന്നത്. മറ്റു കാര്യങ്ങൾ ഇതിന് ശേഷം നമുക്ക് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ വളരെയധികം ഉയർന്നു വരുന്നൊരു കാര്യം, ഇപ്പോൾ കണ്ണമ്മൂലയിൽ ശുചീകരണം, ഗൗരീശവട്ടത്തെ ശുചീകരണം, എല്ലാ മഴക്കാലത്തും വെള്ളപ്പൊക്കമുണ്ടാകും. ഇപ്പോൾ നല്ല രീതിയിൽ അവിടെ നഗരസഭയുടെ പ്രവർത്തനം നടന്നു. വീടുകളിൽ വെള്ളം കയറിയില്ല. തിരുവനന്തപുരത്ത് 1 മണിക്കൂർ മഴ പെയ്താൽ തമ്പാനൂർ മുങ്ങുന്നു. ഈ ടണലിനുള്ളിൽ ഒരു കാലത്തും ഈ ശുചീകരണം നടന്നിട്ടില്ല. അത് ജനങ്ങൾ ഗൌരവത്തോടെ പറയുന്നുണ്ട്. അത് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തല്ലോ. നമുക്കിതിന് ശേഷം വിശദമായി നഗരസഭ എന്നുള്ള നിലയിൽ പറയേണ്ട കാര്യങ്ങൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്നും അദ്ദേഹം പറയും. നമുക്ക് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. ഇപ്പൊ നമ്മൾ 2 ദിവസങ്ങളായി നമ്മൾ പൂർണ്ണമായി അവിടെ ഉണ്ടല്ലോ. ആ പ്രവണതകളൊന്നും മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. അതിൽ ആരൊക്കെയാണോ ഇടപെടേണ്ടത്, അതിൽ നഗരസഭ ഒരിക്കലും നഗരസഭയുടെ ഉത്തരവാദിത്തം മാലിന്യ സംസ്കരണ നമ്മൾ വിഡ്രോ ചെയ്യുന്നേയില്ല. നമ്മളെവിടെയും പറഞ്ഞിട്ടുമില്ല. അതിൽ മറ്റ് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് റെയിൽവേ ആകട്ടെ, ഇറിഗേഷൻ ആകട്ടെ, അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട്, പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണം. അത് പ്രധാനമാണ്. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നഗരസഭ ചെയ്യും. നഗരസഭയുടെ തുടർച്ചയായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊരു ടെൻഡർ കൊടുക്കാനെങ്കിലും തയ്യാറായത് എന്ന് നമുക്കിപ്പോൾ വ്യക്തമാണല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ നടക്കണം. മറ്റു പ്രൊസീജിയേഴ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരുമുള്ള മാനസികാവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വൈകി പോലും നമുക്കൊരു ശുഭകരമായ വാർത്ത ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചവരാണ് എല്ലാവരും. ഒരാൾ പോലും മറ്റൊരു രീതി ചിന്തിച്ചിട്ടുണ്ടാവില്ല. പൂർണ്ണമായി അവിടെ നിൽക്കുന്നവരാണ്. അത് എല്ലാവരും, കളക്ടർ ഉൾപ്പെടെ അദ്ദേഹം ഇങ്ങോട്ട് എത്തിച്ചേരും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇന്നലെ രാത്രി തന്നെ നമ്മൾ ആ തിരച്ചിലൊക്കെ തുടരുന്ന സമയത്ത് നമ്മുടെ പ്രതീക്ഷ അതാണ്. അപ്പോ നമുക്കൊരു ഇതിന്റെ മറ്റു കാര്യങ്ങൾ വന്നതിന് ശേഷം ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാത്ത ഇടപെടൽ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. തീർച്ചയായും ആ നിലയ്ക്ക് മണിക്കൂറുകൾ നീണ്ട ഒരു തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്താനായത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മേയർ പറയുന്നത്.